ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ വടക്കൻ വീരഗാഥ മൂവി കണ്ടു. റിലീസ് ആഫ്റ്റർ 34 ഇയേഴ്സ് അല്ലേ, 34 വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണാം. ഈ പടം കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഫസ്റ്റ് ഷോ തന്നെ കാണാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ തിയേറ്ററിൻ്റെ പ്രോബ്ലംസ് നമ്മുടെ സമയമൊക്കെ വെച്ചിട്ട് ഇന്നലെയാണ് കാണാൻ പറ്റി. മസ്റ്റ് എന്തായാലും കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ എല്ലാം ഇറങ്ങിയ മമ്മൂട്ടി ഫിലിം കണ്ട ഒരാളാണ്. അവനാഴി വെച്ച് എല്ലാ റിലീസ് പടങ്ങൾ കണ്ട ആളാണ്. ദളപതി ഒക്കെ കണ്ടതാണ്. ലുലുവിനെ കാണുന്നത്, വെള്ളിയാട്ടൻ പിന്നെ ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും മസ്റ്റ് വാച്ച്. കാരണം മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ഒരു സിനിമ. ഹരിഹര, MT വാസുദേവൻ നായർ ഇതിൽ പങ്കെടുത്ത, ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും, ആക്ടേഴ്സ്, അതുപോലെ ടെക്നിക്കലി എന്ന് വെച്ചാൽ ഈ പടത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അത്രയധികം സൗണ്ട്, ആക്ഷനൊക്കെ 7-8 പേര് കൂടി ചെയ്തിട്ടുള്ളത്. മ്യൂസിക് ബോംബെ രവി, പാടിയത് യേശുദാസ്, ചിത്രം ഒരുപാട് പേര് പാടിയിട്ടുണ്ട്. ലിസ്റ്റ് നോക്കിയപ്പോൾ 6-7 പേരാണ്. കൊറിയോഗ്രാഫി, കോസ്റ്റ്യൂം, ആർട്ട് വർക്ക്, എല്ലാ മേഖലയിലും ഈ പടം എന്ന് പറഞ്ഞ വലിയ സംഭവം. എത്ര 34 വർഷത്തിന് മുമ്പ്. ടെക്നിക്കലി പറയുന്ന സമയത്ത് ഏതൊരു പാട്ട്, കളരി വിളക്ക് തെളിഞ്ഞതാണോന്ന് അറിയില്ല, മറ്റേ മാധവി പോകുന്നൊരു സീൻ ഉണ്ടല്ലോ, ആ സീനിൽ ശരിക്കും അവരിങ്ങനെ ആക്കുന്ന വെള്ളത്തിൽ മുട്ടുന്നില്ല. ഞാൻ കറക്റ്റ് നോക്കി, പക്ഷെ അത് മിസ്റ്റേക്ക് അല്ല, പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ജസ്റ്റ് മിസ് ഇങ്ങനെ ശ്രദ്ധിക്കണം. നമ്മളങ്ങനെ പടത്തിൽ ഫുള്ളിങ്ങനെ ഇൻവോൾവ് ചെയ്ത് കാണുന്നതുകൊണ്ട് ശ്രദ്ധിച്ച സംഭവമായിരിക്കാം. അപ്പോൾ ഫിലിമിലേക്ക് വരാം. പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, വടക്കംപാട്ടിനെ ആസ്പദമാക്കി വന്നൊരു ഫിലിമാണിത്. ഈ പടത്തിൽ റിയൽ സ്റ്റോറിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ പടം ചെയ്തിട്ടുള്ളതെന്ന് പറയാം. പക്ഷേ ഈ ചന്തു എന്നൊരു ക്യാരക്ടർ, അത് MT വാസുദേവൻ നായരും ഹരിഹരനും കൂടി അയാളെ കൊണ്ടുവച്ചിട്ടുള്ളൊരു രീതിയുണ്ട്. അയാൾ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിത്വമാണ്, എല്ലാത്തിനും പോസിറ്റീവ് എനർജി കാണുന്ന ഒരാളാണ്, പാവമാണ്, നല്ല മനസ്സിൻ്റെ ഉടമയാണ്. ആൾ പെറ്റിക്കപ്പെടുക, ചതിക്കപ്പെടുന്ന എത്ര ഭാഗങ്ങളെ പടത്തിലുണ്ടെന്നറിയും. വേടനോട് മല്ലിട്ടിട്ട് ഫാദർ പോയി, ആ ഒരു ദുഷ്പേരി എടുക്കുന്നുണ്ട്. ആൾ പുത്തൂരാൻ വീട്ടിൽ വരുന്ന, അവിടെ നേരിടുന്ന ആരോമലായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ, അവിടെ ഉണ്ണിയാർച്ചയായിട്ടുള്ള ശൈശവ വിവാഹം കഴിഞ്ഞ് അവിടെയുള്ള പ്രശ്നങ്ങൾ, സ്വത്തിൻ്റെ ഭർത്താവ് വീണ്ടും ചതിക്കപ്പെടുന്നു, അവസാനം ഇഷ്ടം കൊണ്ട് വീണ്ടും വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കപ്പെടുന്ന ചന്തു, ഉണ്ണിയാർച്ചയുടെ മുമ്പിൽ അപമാനിക്കപ്പെടുന്ന ഒരു ചന്തു. അത് കഴിഞ്ഞിട്ട് ഒരു വിവാഹാലോചന എന്ന് പറഞ്ഞിട്ട് ആരോമലിനെ ഉറപ്പിച്ച പെണ്ണ് വെച്ച് കഴിഞ്ഞാൽ ചിത്ര, കുഞ്ഞു, അവിടെയുള്ളൊരു സിറ്റുവേഷൻ സീൻ, അവിടെ അപമാനിക്കപ്പെടുന്നൊരു സീന്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് അംഗം ജയിച്ച് വന്നു കഴിഞ്ഞാൽ ചന്ദ്രനെ പെണ്ണാന്ന് പറഞ്ഞിട്ട് യാർച്ചയുടെ മുമ്പിൽ വീണ്ടും നോക്കുക. ഒരുപാട് സംഭവം, ചിത്രയുടെ സീനുകളായാലും കുഞ്ഞു നീലിയുടെ സീനുകളിലൊക്കെ ആയാലും അവിടെ മാത്രമേ പോസിറ്റീവായിട്ട് ഇരിക്കാണ്ട്. പക്ഷെ അത് നമുക്ക് ചന്തു മനസ്സിലാക്കാൻ പോകുന്നൊരു സീനുകൾ അവിടെ ഉണ്ട്. അത്രയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ഇതിൽ ചന്തുവിൻ്റെ ക്യാരക്ടർ. അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ റോള് മമ്മൂക്ക അല്ലാതെ വേറെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അത്ര രസമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഓരോ സീനുകളും ഡയലോഗ് ഡെലിവറി, 1 മിനിറ്റൊക്കെ നീണ്ടു നിൽക്കുന്ന ഡയലോഗ് ഡെലിവറികളാണ്. അത്ര രസമാണെന്ന് അറിയുകയാണ്. 24 വർഷം മുമ്പ് ഒരിടത്തുള്ള എഫേർട്ട് ഈ പടം ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് കുറേ, കാരണം നമ്മൾ ടെക്നോളജി ഒക്കെ മാറി, കാര്യങ്ങളൊക്കെ ഒരുപാട് ഇതുണ്ട്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ എന്താണ് ചെയ്തു വെച്ചുള്ളൂ. കോസ്റ്റ്യൂം പടം ഞാൻ നോക്കുമ്പോൾ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് ഓരോ സീനുകളിലും, ഫൈറ്റ് സീനുകളായിക്കോട്ടെ കാര്യങ്ങളൊക്കെ ആയിട്ടോ, അന്ന് അവരത്ര ചിന്തിച്ച് പണിയെടുത്ത് എന്ത് കോടികൾ മുടക്കിയിട്ടുണ്ടായിരിക്കും ഈ പടം. PV ഗംഗാധരൻ പേരെഴുതി കാണിക്കുമ്പോൾ ആളെ അനുസ്മരിച്ചുകൊണ്ടൊക്കെയാണ് ഈ പടം തുടങ്ങുന്നത്. അല്ല, ജീവിച്ചിരിപ്പിൽ ഒരുപാട് പേര് മരിച്ചുപോയി ഈ പടത്തിലെ ക്യാരക്ടർ പറയാനില്ല. പക്ഷേ മമ്മൂക്കയുടെ കട്ടയ്ക്ക് അപ്പുറത്ത് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ ആ ക്യാരക്ടർ, ഈഗോസ്റ്റിക്കായിട്ടുള്ള ക്യാരക്ടർ, ഉന്നത കുലജാതൻ തന്നെയാണ് ആ പടത്തിലെ ആളെ വീരിടുന്ന ഈഗോസും കാര്യങ്ങളൊക്കെ. ആളും നല്ലൊരു പോരാളി തന്നെയാണ്. പക്ഷേ ചന്തുവിൻ്റെ അടുത്ത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സീനും, അവസാനം സ്വന്തം ഉണ്ണിയാർച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ചന്തുവിനെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയാർച്ചയുടെ കാര്യത്തിൽ കയറി ഇടപെടുന്ന വാക്കുമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടൊരു ഡിഫറെൻറ്റ് ക്യാരക്ടറൊക്കെയാണ്. ചിത്ര കുഞ്ഞുനുരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചിത്ര നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല രസം പിടിച്ചൊരു ക്യാരക്ടറാണ്. ഇത്ര മമ്മൂക്കയെ ചന്തുവിനെ ആഗ്രഹിച്ചു വരുന്നൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ചന്തു ഒഴിവാക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അതിമനോഹരമാണ് സീനാണത്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ചിത്ര. വിനീത് കുമാർ, കുറച്ച് സമയമുള്ള മമ്മൂക്കയുടെ ബാല്യകാലം ചെയ്യുന്ന ജോമോള്, ഉണ്ണിയാർച്ച കേട്ടോ, സൂപ്പർ. രണ്ടുപേരും ഉണ്ടല്ലോ കറക്റ്റ്, ഭയങ്കര ഫീലാണ് ആ പടത്തിൽ. അതുപോലെ ഗീതയുടെ ക്യാരക്ടർ കുഞ്ഞി അടിപൊളിയാണ്. ഇത്ര രസമെന്ന് അറിയുകയാണ്. ഇവരെ മാധവി, ഗീത, ചിത്രനെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയതില്ല, ഭയങ്കര രസമായിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ രാജ്, അരിങ്ങോടൻ്റെ ക്യാരക്ടർ, രണ്ടാമത് നമുക്ക് എത്തിപ്പെടുന്ന സ്ഥലമാണ് അരിങ്ങോടൻ്റെ അടുത്ത്, ഗുരു തന്നെയാണ്. അരിങ്ങോടൻ്റെ ക്യാരക്ടർ ക്യാപ്റ്റൻ രാജുവിൻ്റെ ഒരു സംഭവം ഉണ്ട്. ലാസ്റ്റ് അംഗം കുറിക്കുമ്പോൾ ആരോമലിൻ്റെ പോകാൻ വേണ്ടി പറയുന്ന സമയത്ത് അരിങ്ങോടർ പറയുന്ന ചെന്നുകൊണ്ട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നീയും എൻ്റെ ഒരു ഗുരുവല്ലേ, ഞാൻ തോൽക്കാൻ നീ വേണ്ടി പ്രാർത്ഥിക്കൂ.
നീ ആർക്ക് വേണ്ടി ജയിക്കാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ ആരോമലിൻ്റെ ഒപ്പമാണ് പോകുന്നത്. ഒരു സീൻ ഭയങ്കര സംഭവമാണ്. അത് അരിങ്ങോട്ടൻ്റെ ക്യാരക്ടർ തകർത്ത് ചെയ്തിട്ടുണ്ട്. ആ വിജയവും അരിങ്ങോട്ട് തോൽക്കുന്നതും ചെറിയ പടം കണ്ട ആളുകൾക്ക് അറിയാം. അത് ഭയങ്കര രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും അവിടെ ജയിക്കേണ്ടത് ആരായിരുന്നു? അരിങ്ങോട്ടനല്ലായിരുന്നു. ചതിയായിരുന്നില്ല. ഇത് 2 കൂട്ടരെ ചതിച്ചു. മറ്റോടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ധരിച്ചു കൊല്ലൻ പണി തന്നു. അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഈ പടത്തിലെ സിറ്റുവേഷൻസ് ഇങ്ങനെ പോയിട്ട് എല്ലാം കൊണ്ട് ക്ലൈമാക്സിലെല്ലാം കൊണ്ട് വരണ്ടേ. അയ്യോ അതിഗംഭീരം. ബാലയ്ക്കുന്ന വലിയ കണ്ണപ്പൻ ശേഖവർ സൂപ്പർ. സുകുമാരി അമ്മായിയായിട്ട് വരുന്നത് ശ്രീരാമൻ കുഞ്ഞിരാമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയാർച്ചനെ കല്യാണം അയക്കുന്ന ക്യാരക്ടർ. പൈസ ആദ്യത്തിൻ്റെ പുറത്ത് കളികളും അങ്ങോട്ട് പോകുമ്പോൾ 1000 കിട്ടുമ്പോൾ 1001 എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. സൂപ്പറാണ് ശ്രീരാമൻ ചെയ്തിട്ടുള്ളത്. ജോണി, ഭീമൻ രഘു, അരിങ്ങോട് റൈറ്റിൽ ലെഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന 2 ക്യാരക്ടർ. ഫൈറ്റ് സീനൊക്കെ ക്ലൈമാക്സിൽ ഭയങ്കര രസമാണ്. പിന്നെ സഞ്ജയ് മിത്ര ആരോമലായിട്ട് വരുന്നത്. അവർ വൈശാലിലേക്കുള്ള ആള്. റഷീദ് ഉമ്മർ കണ്ണപ്പൻ ഉണ്ണി ആരോമലിൻ്റെ മകനായിട്ട് വരുന്നത്. ഒടുവിൽ നടുവാഴിയായിട്ട് വരുന്ന രാമൻ. 28ഓളം ക്യാരക്ടർ ഈ പടത്തിലുണ്ട്. ഒക്കെ നല്ല സിറ്റുവേഷൻ അനുസരിച്ചുള്ള റോളുകൾ കൊടുത്തുള്ളൂ. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്, മസ്റ്റ് ടു വാച്ച് ഇൻ തിയേറ്റർ. ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പടത്തിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം. ഈ പടം കണ്ട ആളുകളാണ്. പക്ഷെ തിയേറ്ററിൽ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഇന്നലെ മുതൽ രാഗത്തിന് ഷോ ഉണ്ട്, പോയി കാണണം. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ്. അതിഗംഭീരമാണ്. ചന്തു എഴുതി വെച്ചുള്ളത് MT വാസുദേവന്മാരുടെ തൂലികയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ്. ഇതൊരു ചന്തു ആരോമലും നമുക്ക് വേറെ ഈ പടങ്ങൾ മുമ്പൊരു പടം വന്നിട്ട് ആ പടം ഞാൻ കണ്ടിട്ടില്ല. ഒരു പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരും. ടക്ക് ടക്ക് പടക്കുതിര എന്നുള്ള പാട്ട്. ആ പടം കണ്ടുള്ള ആളാണ് ഞാൻ ചെറുപ്പത്തിൽ. സത്യനെ ആരൊക്കെയാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. സത്യം മാസ്റ്റർ ആരൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് കണ്ടുള്ള ആളാണ് ഞാൻ. അപ്പം ഇത് കണ്ടിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ 2 കഥ എനിക്കറിയാം. അപ്പോൾ ഞാനതിങ്ങനെ കാണുന്ന സമയത്ത് ഇത് ഇത്രമാത്രം ആളെ തൂലികയിൽ ആളെ എത്രമാത്രം ചിന്തിച്ച് എഴുതിയുള്ളൊരു സംഭവം. അത് ഡയറക്റ്റ് ഹരിഹരൻ. ടെക്നിക്കലി എല്ലാവരും മ്യൂസിക് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. അതിൽ ഓരോ പാട്ടുകൾ ഒപ്പിരുന്ന് പാടിപ്പോകും. അതിഗംഭീരം തിയേറ്റർ എക്സ്പീരിയൻസ്. എല്ലാ മേഖലയിലും നീതി പുലർത്തിയ ഇതുപോലത്തെ ഒരു പടം മലയാളത്തിൻ്റെ അഹങ്കാരം തന്നെയാണ്. ഏകദേശം 21ഓളം അവാർഡ് കിട്ടിയിട്ടുണ്ട് പല ഇതിലായിട്ട്. നാഷണൽ അവാർഡ്, ദേശീയ അവാർഡും സംസ്ഥാനതല അവാർഡും ഒക്കെ. നമുക്ക് യുഗം തുടങ്ങിയൊരു പടം. നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ കാണണം. അത് മിസ്സാവും നിങ്ങൾക്ക്. കാരണം അങ്ങനത്തെ ഒരു സംഭവം ഇതിട്ട് 2 മണിക്കൂർ 50 മിനിറ്റ് നേരം അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ശരിക്കും ത്രില്ലടിച്ച് കണ്ടു. നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ശോഭാ സിറ്റിൽ നിന്ന് പടം കണ്ടത്. PVR എന്നാണ് കണ്ടത്. ഇപ്പോൾ ഇനി രാഗത്തിൽ പടം ഉണ്ട്, അവിടെ കാണണമെങ്കിൽ അവിടെയും കാണാം. ഇങ്ങനെ പറയുകയാണെങ്കിൽ പടത്തിനെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ പറഞ്ഞു പോകും. BGM വരുന്നതും ആ സെറ്റും അംഗത്തിനുള്ള സെറ്റും കൊട്ടുകാരും ആനകളും പറന്നടിക്കുന്നതും എല്ലാ ചതികളും വഞ്ചനകളും പെണ്ണിനെ കുറിച്ച് പറയുന്നതും. ഇതിലെ പെണ്ണുങ്ങളുടെ ഓരോ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. ഇതിൽ വിശ്വസിക്കാവുന്ന 2 ക്യാരക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവിടെ ചതിക്കുന്നുണ്ടല്ലേ ശരി. ഗീതയുടെ കുഞ്ഞുവിൻ്റെ ക്യാരക്ടർ. ബാക്കി എല്ലാവരും. പക്ഷെ ലാസ്റ്റ് നമുക്ക് വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ലാസ്റ്റ് അംഗം ജയിച്ചു വന്നാൽ കുറേ സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഉണ്ണിയാർച്ചയുടെ അടുത്ത് ചന്തുവിൻ്റെ ക്യാരക്ടർ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് അത് എഴുതി വെച്ചിട്ടുള്ളത്. ഓരോ സീനുകളും ഗ്രേറ്റ്. ആളൊന്നും ജീവിച്ചിരിക്കില്ല. ഒരുപാട് പേര് മരിച്ചുപോയി പടത്തിൽ അഭിനയിച്ചിട്ടുള്ള. ഒരുപാട് ആക്ടേഴ്സ് ഒന്നും ഇല്ല. പ്രത്യേകിച്ച് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ക്യാപ്റ്റൻ രാജു, ബാലയ്ക്കൻ നായർ, സുകുമാരി, ജോണി, ഒടുവിൽ ഒരുപാട് പേര്. ഗംഗാധരൻ ഇതിൻ്റെ പടം ചെയ്ത ആള്, MT വാസുദേവൻ നായർ, ഒരുപാട് പേര്. ശനിവരം അവരൊക്കെ മുന്നിൽ ഈ പടം വലിയൊരു കാണാൻ വീണ്ടും അവസരം തന്ന, അവർ ചെയ്തു വെച്ചൊരു തിയേറ്ററിൽ കാണാൻ അവസരം തന്ന എല്ലാവർക്കും നന്ദി കൂടി പറയാണ്. ബൈ മുകേഷ്.